എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. അപ്പോൾ ഇത് തിരുവോണ ദിവസത്തെ ഇന്നലത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ അത്തപ്പൂക്കൾ ഇടുന്നത് മുതൽ ഉച്ചയ്ക്ക് ഓണസദ്യ വരെയുള്ള വിശേഷങ്ങളുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം. വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്കും കൂടെ അടിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. അപ്പോൾ അതേ ഞങ്ങൾ രാവിലെ തന്നെ അത്തപ്പൂക്കളം ഇട്ടതാണ്. ഞങ്ങൾ മൂന്നേരും കൂടെയാണ് അത്തപ്പൂക്കളമൊക്കെ റെഡിയാക്കിയത്. മോനും സഹായത്തിനുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടെയാണ് റെഡിയാക്കിയത്. ചേട്ടായി ഇന്ന് രാവിലെയാണ് എത്തിയത്. രാവിലെ ഒരു 8-8:30 ആയപ്പോഴാണ് ചേട്ടായി വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ കുറച്ച് വീഡിയോസും പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് അമ്പലത്തിലൊക്കെ പോകണം രാവിലെ. പിന്നെ മാവേലി വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ അടുത്തെല്ലായിടത്തും ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലേ. ക്ലബ്ബുകളിലൊക്കെ ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ടാവും. പരിപാടി എന്ന് വെച്ചാൽ കുട്ടികളുടെ പരിപാടി മുതൽ വലിയവരുടെ പരിപാടികളെന്ന് വെച്ചാൽ കസേര കളി, പിന്നെ തൊപ്പിമാറ്റം, അങ്ങനെയുള്ള വടംവലി, അങ്ങനെ ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയില്ല. ഇവിടെ അടുത്തൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ദേ ഞങ്ങളുടെ അത്തപ്പൂക്കളം ഇട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ഇഡലി സാമ്പാറുമാണേ. അപ്പോൾ അത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഓണസദ്യ ഉണ്ടാക്കണം. ഇന്നലെ വൈകുന്നേരം ഞാൻ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ, ഉത്രാട ദിവസത്തെ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇഞ്ചിപ്പുളി വെച്ചിട്ടുണ്ടായിരുന്നു, മോര് കറി, പാവയ്ക്കക്കറി, അങ്ങനെ തലേദിവസം വെക്കാൻ പറ്റുന്ന കറികളൊക്കെ വെച്ച്. പിന്നെ ഇന്നിപ്പം അവിയൽ വെക്കണം, ക്യാബേജ് തോരൻ, ബീട്രൂട്ട് കറി, പപ്പടം വറുക്കണം, പായസം വെക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു. പിന്നെ പെൺകുട്ടികളുടെ വട്ടക്കളിയൊക്കെ ഉണ്ടായിരുന്നേ. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അതൊക്കെ കാണാനായിട്ട് ആൾക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു. അമ്പലത്തിൽ തൊഴാൻ വന്നവർ വട്ടക്കളി ഉള്ളത് കൊണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് ഉച്ചയ്ക്ക് പാചകത്തിനിടയ്ക്ക് വന്ന് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തതാണേ. ഓണത്തിന് 3 പേർക്കും ചുരിദാർ എടുത്തത്. പക്ഷേ ഇന്ന് തിരുവോണ ദിവസം ആയതുകൊണ്ടാണ് ഞങ്ങൾ സാരിയും സെറ്റും മുണ്ടൊക്കെ കൊടുത്തത്. അപ്പോൾ മോൾക്ക് ചുരിദാർ മതിയെന്ന് പറഞ്ഞിട്ട് ചുരിദാറായിട്ടത്. അപ്പോൾ അവർക്ക് 2 പേർക്കും ഒരേ കളറിലെ വേറെ 2 ചുരിദാറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പുറത്തെ ചേട്ടൻ അവിടെ നിന്ന് വിളിച്ചപ്പോഴേ ചേട്ടായി അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ മോനും കൂടെ അങ്ങോട്ട് പോയതാണേ. അപ്പോൾ അവരവിടെ റോഡിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളിവിടെ കറി വയ്ക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഞങ്ങൾ കറി വയ്ക്കാന്ന് വെച്ചാൽ ക്യാബേജ് തോരൻ വെച്ച് അവിയലും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് പായസം വെച്ചാൽ മതി. പായസം വെക്കണം, പപ്പടം വറുക്കണം. അപ്പോൾ മക്കൾ 2 പേരും കൂടെ അവിടെ ബീട്രൂട്ട് കറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്.
മോളിത് ഇവിടെ ബീട്രൂട്ടിനുള്ളത് അരയ്ക്കാൻ പോയാണ്, തേങ്ങ ജാറിലിട്ട് അതൊന്ന് അരയ്ക്കാൻ പോണ്. അപ്പോൾ മക്കൾ രണ്ടുപേരും കൂടെ അത് ചെയ്യുന്നു. അപ്പം ഞാൻ പായസം വയ്ക്കാനായിട്ട് പോയാണ്. അടപ്പായസം വയ്ക്കാൻ പോയാണ്. സേമിയ ഇരിപ്പുണ്ട്. അപ്പോൾ മക്കൾക്കത് സേമിയ പായസം വേണ്ട, അടപ്പായസം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അട തന്നെ വയ്ക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടക്ക് വടക്കേ വീട്ടിൽ നിന്ന് ആരോ വിളിച്ചു കേട്ടാ. അപ്പോൾ ചേട്ടായിനെ തിരക്കിയതാണ്. അപ്പോൾ ഞാൻ ചെന്ന് പറയാനായിട്ട് പുറത്തേക്ക് പോയതാണ്. അപ്പോൾ നമുക്ക് സദ്യ കഴിക്കാനായിട്ട് നമുക്ക് ഇല വേണമായിരുന്നേ. അപ്പോൾ വടക്കേ വീട്ടിൽ നിന്ന് അവർ ഇല തരാമെന്ന് പറഞ്ഞായിരുന്നു. അവിടെ ഇലയുണ്ട്, അത് മേടിക്കാനായിട്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ് ചേട്ടായിനെ തിരക്കിയത്. അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇപ്പം നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് നമുക്കിവിടെ അധികം വാഴകളൊന്നുമില്ല. എന്ന് വെച്ചാൽ 2-3 വാഴകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനിതുപോലെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി നമുക്ക് പൊതിഞ്ഞൊക്കെ എടുക്കാനായിട്ടും അതല്ലെങ്കിൽ നമുക്ക് അട പുഴുങ്ങാനും ഒക്കെ ആയിട്ടൊക്കെ ഞാൻ ഇടയ്ക്ക് എടുക്കാറുണ്ട്. പിന്നെ സ്ഥല സൗകര്യങ്ങളൊക്കെ ഇവിടെ കുറവാണ്. വാതിൽക്ക് നമുക്ക് ഇൻ്റർലോക്ക് ഇട്ടിരിക്കുകയാണ്. പിന്നെ വീടിൻ്റെ പുറകുവശത്തൊന്നും അധികം സ്പേസ് ഒന്നും ഇല്ല. അവിടെ നമുക്ക് അധികം വാഴകളൊന്നും വെക്കാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇല അപ്പുറത്തുനിന്ന് തന്നെ മേടിക്കുന്നത്. പിന്നെ നമ്മുടെ പാചകമൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ടേ. അപ്പോൾ കറികളൊക്കെ അവിടെ ആയി വരുന്നു. പായസമൊക്കെ റെഡിയായി വരികയാണ്. അപ്പോൾ മോന് ഇല എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് കഴുകിയൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് മധുരമൊക്കെ മതിയോ എന്നൊക്കെ നോക്കാനായിട്ട് പറഞ്ഞപ്പോൾ ചേട്ടായി അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് മോന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്, ഷോർട്സ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടേ. അതിന് പായസം വെച്ചതും എല്ലാം ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതിനിടയ്ക്ക് മാവേലി വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ പാചകത്തിനിടയ്ക്ക് തന്നെയാണ് മാവേലി വന്നത്. അപ്പോൾ എല്ലാവർക്കും ഷേക്ക് ഹാൻഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഹാപ്പി ഓണമൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ സംഭാവനയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സദ്യ കഴിക്കാൻ പോവുകയാണ്. എല്ലാം എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് സദ്യ എല്ലാവർക്കും ഒന്ന് വിളമ്പിയാണ്.
അപ്പോൾ ഞങ്ങൾ ഓണസദ്യ കഴിക്കാൻ പോയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണേ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.